ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് കുക്ക് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഗ്യാസ് കത്തിച്ചു. ഇനി നമുക്ക് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അന്ന് പൊട്ടി വരണം കേട്ടോ. പൊട്ടി വരാം. കുറച്ച് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് തക്കാളി, ഉള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. തക്കാളി ഉള്ളി നന്നായിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഇറക്കി വെക്കാം. ഇതൊന്ന് വാടി വരണം കേട്ടോ. വാടി വരുന്നവരെ കാത്തിക്കാം. നന്നായിട്ടൊന്ന് ഈ പച്ചമുളകൊക്കെ മാറി വരുന്നവരെ വഴറ്റിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇത് കുറച്ചൊക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കല്ലുപ്പ് ഇടാം, പൊടിയുപ്പ് ഇടാം. നമുക്ക് ഏതൊന്നും പ്രശ്നമല്ല കേട്ടോ. അടുത്തിട്ട് വെള്ളം ഒഴിക്കി. അതിന് നമുക്ക് വെള്ളം തീയാണ് കൂട്ടി വെക്കാം. നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ളതാട്ടോ. എരിവില്ലാത്തതാണ് ഞങ്ങൾ എടുക്കുന്നത്. കാശ്മീറും എടുക്കാം. നമ്മൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ. കുറേ കളർ വേണമെങ്കിൽ ഇടാം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ച് കേട്ടോ. നമുക്ക് കുറച്ച് ഇളക്കിയെടുക്കാം. അപ്പം നമ്മൾ നല്ലോണം ഇതാക്കി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ കറി വന്നിട്ടുണ്ട്. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഇതൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ചെറിയൊരു പാത്രത്തിലായിട്ടോ മാറ്റിയത്. കുറച്ചേ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കറി. നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക്. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നല്ല സൂപ്പറാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി.
ഇനി എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ പറയണം. ബൈ ബൈ.